ഹായ് എവരിവൺ, കേരള PSC റാങ്ക് ഹോൾഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിക്കകത്തുള്ള 4 ചാപ്റ്റേഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഹ്യൂമൻ ഫിസിയോളജിക്കകത്ത് വരുന്നതാണ്. നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ അതാദ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ അല്ലേ. എന്താണ് എക്സ്ക്രീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്, അതായത് ഒരുപാട് വേസ്റ്റ് പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ വാട്ടർ, പിന്നെ അയോൺസ് എന്ന് പറയുമ്പോൾ സോഡിയം അയോൺസ്, പൊട്ടാഷ്യം അയോൺസ്, സൾഫേറ്റ് അയോൺസ്, ഫോസ്ഫേറ്റ് അയോൺസ്, ക്ലോറിൻ അയോൺസ്, അങ്ങനെ ഒരുപാട് കോമ്പൗണ്ട്സ് നമ്മുടെ ബോഡിക്കകത്ത് ഫോം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്കതിനെ റിമൂവ് ചെയ്യണം. അതാണ് എന്തിൻ്റെ പണി? ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ പണിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒന്നുകിൽ നമ്മൾ ടോട്ടലി അതിനെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പാർഷ്യലി റിമൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്താ പഠിക്കാൻ പോകുന്നത്? ദ മെക്കാനിസം ഓഫ് എലിമിനേഷൻ ഓഫ് ദീസ് സബ്സ്റ്റൻസസ്. ഓക്കെ, ഈ സബ്സ്റ്റൻസിൻ്റെ ഒക്കെ എലിമിനേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കാൻ പോകുന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പേര് പറഞ്ഞില്ലേ, അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞില്ലേ. അതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈട്രോജീനിയസ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ്. നൈട്രജൻ അടങ്ങിയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ് ഈ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നൊക്കെ പറയുന്നുള്ളത്. ഇതിനകത്ത് അമോണിയ എന്ന് പറയുന്നുള്ളത് ഒരു മോസ്റ്റ് ടോക്സിക് ഫോം ആയിട്ടുള്ള ഒരു വേസ്റ്റാണ്. നമ്മുടെ ബോഡിക്കകത്ത് ഫോം ചെയ്യുന്ന നമ്മുടെ ബോഡിക്കകത്ത് എന്നല്ല, നമ്മുടെ മാത്രമല്ല ആനിമൽസിൻ്റെ ബോഡിക്കകത്ത് ഫോം ചെയ്യുന്ന മോസ്റ്റ് ടോക്സിക് ഫോം ആയിട്ടുള്ള ഒരു നൈട്രോജീനിയസ് വേസ്റ്റാണ് അമോണിയ. NH3 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ അമോണിയ, അപ്പോൾ അതിൻ്റെ എലിമിനേഷന് വേണ്ടി, അതിൻ്റെ റിമൂവലിന് വേണ്ടി ധാരാളം വാട്ടർ ആവശ്യമാണ്. ദ റിമൂവൽ ഓഫ് അമോണിയ റിക്വയർസ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ. എന്നാൽ യൂറിക് ആസിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, യൂറിക് ആസിഡ് ലീസ്റ്റ് ടോക്സിക് ആണ്. അമോണിയ ആണ് ഈ നൈട്രോജീനിയസ് വേസ്റ്റിൽ മോസ്റ്റ് ടോക്സിക്. പക്ഷേ യൂറിക് ആസിഡ് ലീസ്റ്റ് ടോക്സിക്. അതുകൊണ്ടല്ല അതിൻ്റെ കേസിൽ, യൂറിക് ആസിഡിൻ്റെ റിമൂവലിൻ്റെ കേസിൽ കുറച്ച് വാട്ടർ മാത്രമേ ആവശ്യമുള്ളൂ. മോസ്റ്റ് ടോക്സിക് അമോണിയ ആണ്, അതിൻ്റെ റിമൂവലിന് ധാരാളം വെള്ളം ആവശ്യമാണ്. ലീസ്റ്റ് ടോക്സിക് ഏതാണ്? യൂറിക് ആസിഡാണ്. അതിൻ്റെ റിമൂവലിന് മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ മതി. ഇനി അടുത്തതൊരു ക്ലാസിഫിക്കേഷനാണ്. നമ്മുടെ എക്സ്ക്രീഷൻ്റെ 3 ടൈപ്സ് ആണ്. എക്സ്ക്രീഷൻ 3 ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് നൈട്രജൻ എക്സ്ക്രീഷൻ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ചില നൈട്രജീനിയസ് കോമ്പൗണ്ട്സ് പറഞ്ഞില്ലേ, അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്ക്രീഷനെ ബേസ് ചെയ്തിട്ടാണ്, ആ കോമ്പൗണ്ട്സിൻ്റെ എക്സ്ക്രീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ക്രീഷനെ മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നോക്കുന്നുള്ളത് അമോണോടെലിസം. അമോണോടെലിസം എന്ന് പറയുമ്പോൾ എന്താണ്? ആ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് നൈട്രജീനിയസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് അമോണിയ. അമോണിയയുടെ രൂപത്തിൽ എക്സ്ക്രീഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അമോണോടെലിസം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം കേട്ടോ. അമോണോടെലിസം എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് നൈട്രോജീനിയസ് വേസ്റ്റ് ഏതിൻ്റെ ഫോമിലാണ്? അമോണിയയുടെ ഫോമിലാവുമ്പോൾ അത് അമോണോടെലിസം ആവും. അപ്പോൾ ഏതൊക്കെ ആനിമലാണ് ഈ നമ്മുടെ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, അതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും? അമോണോടെലിക് എന്ന് വിളിക്കും. ദ ആനിമൽസ് വിച്ച് എക്സ്ക്രീറ്റ് അമോണിയ ആർ കോൾഡ് അമോണോടെലിക്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ചിത്രം നമ്മളിവിടെ വെച്ചത്? നമ്മുടെ ഫിഷ്, അതുപോലെ തന്നെ ബാക്കിയുള്ള അക്വാട്ടിക് ഓർഗാനിസംസ്, അക്വാട്ടിക് ആനിമൽസ് ഒക്കെ ഏതാണ്? ഈ അമോണോടെലിക് ആണ്. നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു, അമോണിയ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലേ. ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ റിമൂവലിന് ഒരുപാട് വാട്ടർ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്നല്ല, അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അക്വാറ്റിക് ആനിമൽസിലാണ് എന്ത് കാണപ്പെടുന്നുള്ളത്? ഈ അമോണോടെലിസം കാണപ്പെടുന്നുള്ളത്. സോ അമോണോടെലിസം ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് യൂറിയോടെലിസം. ആ പേര് കേൾക്കുമ്പോൾ അമോണോടെലിസം എന്ന് പറയുമ്പോൾ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. യൂറിയോടെലിസം എന്ന് പറയുമ്പോൾ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് നൈട്രോജീനിയസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് യൂറിയയുടെ ഫോമിൽ നൈട്രോജീനിയസ് വേസ്റ്റിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പറയും? യൂറിയോടെലിസം എന്ന് പറയും.
നേരത്തെ നമ്മൾ അമോണോടെലിസവും അമോണോടെലിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അമോണോടെലിക് പറയുമ്പോൾ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ അമോണോടെലിക് എന്ന് പറയും. അതുപോലെ തന്നെ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആനിമൽസിനെ നമ്മൾ എന്ത് പറയും? യൂറിയോടെലിക് എന്ന് പറയും. സോ യൂറിയോടെലിസവും യൂറിയോടെലിക്കും. സോ മാൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള മാമൽസ്, പിന്നെ ടെറസ്ട്രിയൽ ആംഫിബിയൻസ്, അതുപോലെ തന്നെ ചില മറൈൻ ഫിഷസും, ഇതൊക്കെ ഇതിനകത്ത് വരും, ഈ യൂറിയോടെലിസത്തിനകത്ത് വരും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇത്തിരി എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓരോന്നിൻ്റെ കേസിലും അമോണോടെലിസത്തിൻ്റെ കേസിൽ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ യൂറിയോടെലിസം. നെക്സ്റ്റ് ടൈപ്പ് ഏതാണ്? യൂറിക്കോടെലിസം. എന്താണ് യൂറിക്കോടെലിസം? അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? യൂറിക് ആസിഡ് അല്ലേ, നൈട്രോജീനിയസ് വേസ്റ്റ്, ദ എക്സ്ക്രീഷൻ ഇൻ ദ ഫോം ഓഫ് യൂറിക് ആസിഡ് ആയിരിക്കും എന്ത്? യൂറിക്കോടെലിസം എന്ന് പറയുന്നുള്ളത്. ആനിമൽസ് വിച്ച് എക്സ്ക്രീറ്റ് നൈട്രോജീനിയസ് വേസ്റ്റ് ഇൻ ദ ഫോം ഓഫ് യൂറിക് ആസിഡ് ആർ കോൾഡ് യൂറിക്കോടെലിസം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? യൂറിക് ആസിഡ് എന്ന് പറയുന്നുള്ളത് ലീസ്റ്റ് ടോക്സിക് ആണ്, അമോണിയ ഹൈലി ടോക്സിക് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അമോണിയയുടെ റിമൂവലിന് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമാണ്. ഇവിടെ നമ്മുടെ യൂറിക് ആസിഡ് ലീസ്റ്റ് ടോക്സിക് ആണ്. അതിൻ്റെ റിമൂവലിന് ചെറിയ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ മാത്രമേ ആവശ്യം ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ എക്സാമ്പിൾസിൽ ഏതാ വരുന്നത്? അമോണിയൻ്റെ അകത്ത് അമോണോടെലിസത്തിനകത്ത് ഓൾമോസ്റ്റും എന്താണ്? അക്വാട്ടിക് ആനിമൽസ് ആണ്. കാരണം എന്താണ്? അവരുടെ അമോണിയ റിമൂവലിന് ധാരാളം വാട്ടർ ആവശ്യമാണ്. ഇവിടെ വരുന്നുള്ളത് എന്താണ്? യൂറിക് ആസിഡാണ്, ലെസ് സൊല്യൂബിൾ ഇൻ വാട്ടറാണ്. അതുപോലെ തന്നെ എന്താണ്? ഹെൻസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ വാട്ടർ ഫോർ ഇറ്റ്സ് എക്സ്ക്രീഷൻ. ലെസ് സൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ എക്സ്ക്രീഷന് അത്രയധികം വെള്ളമൊന്നും ആവശ്യമില്ല. ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നുള്ളത് ബേർഡ്സ്, പിന്നെ നമ്മുടെ റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, സ്നെയിൽസ്, എക്സെട്ര. ഓക്കെ, ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ബേർഡ്സ് വരും, റെപ്റ്റൈൽസ് വരും, ഇൻസെക്ട്സ് വരും, ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ പറഞ്ഞു: അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പേര് ഓർമ്മ വരണം. അതിൻ്റെ കൂടെ എന്തുകൂടി ഓർമ്മ വരണം? അവരുടെ എക്സാമ്പിൾസ് കൂടി ഓർമ്മ വരണം. അത്രയും മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ഷോർട്ടായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അമോണോടെലിസം എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നു, അത് അമോണോടെലിസം. മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഫിഷ്, അതുപോലെ തന്നെ ആംഫീബിയൻസിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അക്വാട്ടിക് ആംഫീബിയൻസ് ആണെങ്കിൽ അമോണോടെലിസവും, ടെറസ്ട്രിയൽ ആംഫീബിയൻസ് ആണെങ്കിൽ അത് യൂറിയോടെലിസവുമാണ്. എന്താണ്? അക്വാട്ടിക് ആംഫീബിയൻസ് ആകുമ്പോൾ അക്വാട്ടിക് ആനിമൽസിൽ ഓൾമോസ്റ്റ് ഏതിനകത്താണ് വരുന്നത്? അമോണോടെലിസത്തിനകത്ത്. അപ്പോൾ ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ അക്വാട്ടിക്കും ഉണ്ട്, ടെറസ്ട്രിയലും ഉണ്ട്. അക്വാട്ടിക് ആംഫീബിയൻസ് അമോണോടെലിസവും, ടെറസ്ട്രിയൽ ആംഫീബിയൻസ് യൂറിയോടെലിസവുമാണ്. സോ അമോണോടെലിസത്തിനകത്ത് നമ്മുടെ ഫിഷ്, ബോണി ഫിഷസ്, അതുപോലെ തന്നെ അക്വാട്ടിക് ആംഫിബിയൻസ്, അക്വാട്ടിക് ഇൻസെക്ട്സ് ഒക്കെ വരും. പിന്നെ യൂറിയോടെലിസം പറഞ്ഞു. യൂറിയോടെലിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് എക്സ്ക്രീറ്റിംഗ് യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറഞ്ഞതാണ് യൂറിക്കോടെലിസത്തിനകത്ത് യൂറിക് ആസിഡാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുള്ളത്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് പോകാട്ടോ. അപ്പോൾ ഈ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് ഏതൊക്കെ ഓർഗൻസ് ആണ് ഉള്ളത്? എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. നമുക്കൊന്ന് പറയാം. എ പെയർ ഓഫ് കിഡ്നീസ് അല്ലേ, 2 കിഡ്നി ഉണ്ട് നമുക്ക്. അപ്പോൾ ആ പെയർ ഓഫ് കിഡ്നീസ് ഉണ്ട്, അങ്ങനെ തന്നെ പറയണേ. എ പെയർ ഓഫ് കിഡ്നീസ്, അതുപോലെ തന്നെ എ പെയർ ഓഫ് യുറേറ്റർ. ഇവിടെ കാണുന്നില്ലേ, യുറേറ്റർ മാർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ടല്ലോ. പിന്നെ ഒരു യൂറിനറി ബ്ലാഡർ, അതുപോലെ തന്നെ യുറേത്ര. ഇതാണ് മെയിനായിട്ടുള്ള ഹ്യൂമൻ എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഏതൊക്കെയായിരുന്നു? പെയർ ഓഫ് കിഡ്നീസ്, പെയർ ഓഫ് യുറേറ്റേഴ്സ്, അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ, യുറേത്ര. ഇത്രയാണ് മെയിനായിട്ട് വരുന്നുള്ളത്. നമുക്ക് ഇതിനകത്ത് ആദ്യം കിഡ്നീനെ കുറിച്ച് നോക്കാം. എന്താണ് കിഡ്നിയുടെ ഷേപ്പ്? ഒരു ബീൻ ഷേപ്പ്ഡ് ആണല്ലേ. ഈച്ച് കിഡ്നി ഈസ് ബീൻ ഷേപ്പ്ഡ് ആണ്. എല്ലാവർക്കും അറിയുന്നതാണ്. ആ ചിത്രം എല്ലാവരുടെ മനസ്സിലിപ്പോൾ ഉണ്ടാവും അല്ലേ. ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ ലങ്സും ഹാർട്ടൊക്കെ പഠിക്കുമ്പോൾ എന്താ പറഞ്ഞത്? തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയിലാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കിഡ്നീൻ്റെ കേസാണെങ്കിലോ, ദേ ആർ സിറ്റുവേറ്റഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ 2 സൈഡിലായിട്ടാണ്. നമുക്ക് 2 കിഡ്നി ഇല്ലേ, പെയർ ഓഫ് കിഡ്നീസ് ഇല്ലേ, അത് രണ്ടും സിറ്റുവേറ്റ് ചെയ്യുന്നുള്ളത്. ഇനി അതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 10 to 12 സെൻറ്റിമീറ്റർ ആണ് എന്ത് കിഡ്നീൻ്റെ ലെങ്ത്ത്. വിഡ്ത്ത് ആണെങ്കിലോ 5 to 7 സെൻറ്റിമീറ്റർ. ഈച്ച് കിഡ്നീനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. 2 കിഡ്നിയും അതിൽ 2 കിഡ്നി എടുത്താലും ഇതേ മെഷർമെൻ്റ് ആയിരിക്കും വരിക. 10 to 12 സെൻറ്റിമീറ്റർ ഇൻ ലെങ്ത്ത്, 5 to 7 സെൻറ്റിമീറ്റർ ഇൻ വിഡ്ത്ത്. അതുപോലെ തന്നെ എന്താണ് തിക്നെസ് പറയുകയാണെങ്കിൽ 2 to 3 സെൻറ്റിമീറ്റർ ആണ്.
എത്രയാണ് 2 to 3 സെൻറ്റിമീറ്റർ തിക്നെസ് വരും. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് പറയുകയാണെങ്കിൽ 120 to 170 ഗ്രാം വെയിറ്റ് ആണ് കേട്ടോ. അഡൾട്ടിൻ്റെ കേസിൽ 120 to 170 ഗ്രാം. അന്ന് നോട്ട് ചെയ്യണേ. 10 to 12 ലെങ്ത്ത്, 5 to 7 വിഡ്ത്ത്, 2 to 3 സെൻറ്റിമീറ്റർ തിക്നെസ്. അതുപോലെ തന്നെ വെയിറ്റ് പറയുകയാണെങ്കിൽ 120 ഗ്രാം to 170 ഗ്രാം ആണ് ഉണ്ടാവുക. ഏത് കേസിൽ? അഡൾട്ടിൻ്റെ കേസിൽ കേട്ടോ. അഡൾട്ട്സിൻ്റെ കേസിൽ. അതാ ജനറലായിട്ട് പറഞ്ഞൊന്നുമില്ല. ഇനി അടുത്തത് ഔട്ടർ സർഫസ് ഉണ്ട്. നമ്മുടെ കിഡ്നിയുടെ ഔട്ടർ സർഫസ്, അതായത് പുറം ഭാഗം എന്താണ്? കോൺവെക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. കോൺവെക്സ് ആണ് ഔട്ടർ സർഫസ്, ഇന്നർ സർഫസ് കോൺകേവ്. ഔട്ടർ കോൺവെക്സ്, ഇന്നർ സർഫസ് ഈസ് കോൺകേവ്. ഇതൊന്നും ചോദിക്കുന്നു തോന്നുന്നില്ല, എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഇതിൻ്റെ കോൺകേവ് സൈഡ് പറഞ്ഞില്ലേ? കോൺകേവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇന്നർ സൈഡിൽ എന്തുണ്ട്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഞാൻ ബ്ലൂവിൽ മാർക്ക് ചെയ്തിട്ടില്ലേ? അവിടെ ആ ഭാഗത്തായിട്ടൊരു ലോഞ്ചിറ്റ്യൂഡിനൽ ഓപ്പണിംഗ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഹൈലം എന്ന് വിളിക്കുക. എന്താണ്? നമ്മുടെ കിഡ്നിയുടെ ഔട്ടർ സർഫസ് കോൺവെക്സും ഇന്നർ സർഫസ് കോൺകേവുമാണ്. ഇനി നമ്മുടെ ഈ ഇന്നർ സർഫസിനകത്ത് ഓൺ ദ കോൺകേവ് സൈഡിനകത്ത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഓപ്പണിംഗ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ പറഞ്ഞാൽ അറിയില്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ ഓപ്പണിംഗ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഹൈലം. ഈ ഹൈലത്തിൽ കൂടിയാണ് എന്ത്? നമ്മുടെ യുറേറ്റർ നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ? ഇവിടെയും കാണുന്നുണ്ടല്ലോ യുറേറ്റർ. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്, അതുപോലെ തന്നെ നമ്മുടെ നെർവ്സൊക്കെ ഈ കിഡ്നിക്കകത്തേക്ക് കയറുന്നുള്ളത് ഈ പറഞ്ഞ ഓപ്പണിങ്ങിലെ കൂടിയാണ്. ഓപ്പണിങ്ങിൻ്റെ പേരെന്താണ്? ഹൈലം. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ഇന്നർ സർഫസ് അല്ലെങ്കിൽ നമ്മുടെ കോൺകേവ് സൈഡിലാണ് ഈ ഹൈലം സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിനകത്ത് നിങ്ങൾ പെൽവിസ് കാണുന്നുണ്ടോ? നോക്കിയേ, പെൽവിസ്. നമ്മുടെ ഹൈലത്തിനകത്തായിട്ട് ഒരു ഫണൽ ഷേപ്പ്ഡ് സ്പേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റീനൽ പെൽവിസ്. റീനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലാണ് കേട്ടോ. റീനൽ ഫെയിലിയർ എന്നൊക്കെ പറയുമ്പോൾ കിഡ്നി ഫെയിലിയർ. സോ റീനൽ എന്ന് കേൾക്കുമ്പോൾ കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലാണ്. നമ്മൾ ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ ലിവർ എന്ന് പറയാറില്ലേ? കാർഡിയാക്ക് എന്ന് കേൾക്കുമ്പോൾ കാർഡിയാക്ക് എന്ന് കേൾക്കുമ്പോൾ ഹാർട്ട് എന്ന് പറയാറില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ. സോ ഇന്നർ ടു ദ ഹൈലം ഈസ് എ ബ്രോഡ് ഫണൽ ഷേപ്പ്ഡ് സ്പേസ് കോൾഡ് റീനൽ പെൽവിസ്. എന്താണ്? നമ്മുടെ ഹൈലത്തിനകത്ത് ഒരു ഫണൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? പെൽവിസ്. ആ പെൽവിസിൻ്റെ അടുത്ത് എന്തുണ്ട്? വിത്ത് പ്രൊജക്ഷൻസ് കോൾഡ് കാലിസസ്. കാലിസസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. ഇവിടെ കാലിക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ? അതിനെയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്? നമ്മുടെ റീനൽ പെൽവിസ് വിത്ത് പ്രൊജക്ഷൻസ്. റീനൽ പെൽവിസിൻ്റെ പ്രൊജക്ഷൻസ് ആണ് എന്ത്? കാലിക്സ് എന്ന് പറയുന്നുള്ളത്. നമ്മളിപ്പോൾ കിഡ്നിയുടെ സ്ട്രക്ചറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഹൈലം. ഹൈലത്തിനകത്ത് നമ്മളിപ്പോൾ പെൽവിസ് പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ കാലിക്സ് പറഞ്ഞു. ഇനി ഔട്ടർ ലെയർ ഓഫ് ദ കിഡ്നി ഈസ് റീനൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ ലെയർ ഈസ് മെഡുല്ല. നമ്മുടെ ഏതാണ്? കിഡ്നിയുടെ ഔട്ടർ ലെയറിനെ നമ്മൾ എന്ത് പറയും? കോർട്ടെക്സ് എന്ന് പറയും. മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ, നോക്കുക. അതിൻ്റെ ഇന്നർ ലെയറിനെ നമ്മൾ എന്ത് പറയും? മെഡുല്ല. അപ്പോൾ 2 ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ കോർട്ടെക്സും ഇന്നർ ലെയർ ഏതാണ്? മെഡുല്ലയും. ഇനി മെഡുല്ല പ്രൊജക്ട്സ് ഇൻ ടു ദ പെൽവിസ് കോൾഡ് മെഡുല്ലറി പിരമിഡ്. മെഡുല്ലറി പിരമിഡ് ഇവിടെ കാണുന്നില്ലേ? അതെന്താണ്? നമ്മുടെ മെഡുല്ല എന്താണ്? പെൽവിസിനകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെൽവിസ് എന്ന് പറയുക. മെഡുല്ല പ്രൊജക്ട്സ് ഇൻ ടു ദ പെൽവിസ്. പെൽവിസിനകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിനെ നമ്മൾ എന്ത് പറയും? മെഡുല്ലറി പിരമിഡ് അല്ലെങ്കിൽ റീനൽ പിരമിഡ് എന്ന് പറയും. എന്തൊക്കെ പഠിച്ചു? ഒരു ഓപ്പണിങ്, ഹൈലം എന്ന് പറയുന്ന ഓപ്പണിങ്, അതിനകത്ത് ഫണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള പെൽവിസിനകത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിച്ച? കാലിക്സ്. പിന്നെ നമ്മുടെ കിഡ്നീൻ്റെ കോർട്ടെക്സും മെഡുല്ല 2 ലെയേഴ്സ് പറഞ്ഞു. ഇനി മെഡുല്ല പിരമിഡ്സ് പറഞ്ഞു. ഇത്രയും ക്ലിയർ അല്ലേ? ഇനിയാണ് കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയും. അതിവിടെ കാണുന്നില്ല. എന്താണ്? കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദ കോർട്ടെക്സ് എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുല്ലറി പിരമിഡ്സ് കോൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. നമ്മുടെ ഈ മെഡുല്ലറി പിരമിഡ്സിൻ്റെ ഇടയിലേക്ക് എന്താണ്? നമ്മുടെ കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്യും. ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയാം. ഇതോടുകൂടി കിഡ്നിയുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറൊരാളെ കൂടി പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചറൽ യൂണിറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നെഫ്രോൺസ് ആണ്. ഇതിന് മുന്നത്തെ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു. വിച്ച് ഈസ് നോൺ ആസ് ദ സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് കിഡ്നി, അല്ല ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. നെഫ്രോൺസ് ആയിരുന്നു ഉത്തരം. സോ എന്താണ്? ന്യൂറോൺസ് അല്ല, നെഫ്രോൺസ് ആണ്. പേര് മാറിപ്പോവരുത്. സോ നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നിയുടെ സ്ട്രക്ചറൽ യൂണിറ്റ്. നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ പറയാറില്ലേ ബിൽഡിംഗ് ബ്ലോക്സ്, സെൽസ് ആണ് നമ്മുടെ
ബിൽഡിംഗ് ബ്ലോക്സ് എന്നതുപോലെ തന്നെ നമ്മുടെ കിഡ്നിക്കകത്ത് ഒരു എത്രയാണ് പറയണ്ടത് മില്യൺസ് ഓഫ് എന്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് ഈ നെഫ്രോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് കിഡ്നിയുടെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റ് നെഫ്രോണാണ്. അനേകായിരം അല്ല മില്യൺസ് ഓഫ് എന്തുണ്ട് നെഫ്രോൺസ് നമ്മുടെ കിഡ്നിക്കകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇനി ഓരോ നെഫ്രോണിനും 2 പാർട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ പാർട്ടും അതുപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയും. എന്താണ് ഗ്ലോമറുലാർ അതുപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾ. നമുക്കിങ്ങനെ ഓരോ പാർട്ടിനായിട്ട് പഠിക്കാനുണ്ട്. ആദ്യം നോക്കുന്നുള്ളത് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. എന്താണ് ബോമാൻസ് ക്യാപ്സ്യൂൾ? നിങ്ങൾക്കിവിടെ മാർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ടാവും ബോമാൻസ് ക്യാപ്സ്യൂൾ. At the proximal end, nephron is curved and expand inwardly to form double-walled cup-shaped structure called Bowman's capsule. എന്താണ് ഒരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ബോമാൻസ് ക്യാപ്സ്യൂൾ. ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? റൗണ്ട് ആയിട്ട് ഇങ്ങനെ ഒരു കപ്പ് പോലെ ഉണ്ടാവും. ഡബിൾ വാൾഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുക ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയാം. ഇനി ഈ ബോമാൻസ് ക്യാപ്സ്യൂളിനകത്ത് നിറയെ ഒരു നെറ്റ്വർക്ക്സ് നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ടാവും അല്ലേ? അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക ഗ്ലോമറുലസ് എന്ന് പറയാം. നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ്. ഗ്ലോമറുലസ് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ അകത്തായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ചിത്രത്തിനത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ബോമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഒരു ഗ്ലോമറുലസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താണ് ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്പിലറീസിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. ബോമാൻസ് ക്യാപ്സ്യൂളിനകത്ത് കാണപ്പെടുന്ന ക്യാപ്പിലറീസിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം ഗ്ലോമറുലസ് എന്ന് പറയാം. ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ലൈക്ക് ഡബിൾ വാൾഡ് സ്ട്രക്ചർ, അതിനകത്ത് നിറയെ നെറ്റ്വർക്ക്സ്. ഇനി ഈ ബോമാൻസ് ക്യാപ്സ്യൂളിനെയും ഗ്ലോമറുലസിനെയും ഒരുമിച്ച് നമ്മൾ എന്തെന്ന് പറയും മാൽഫീജിയൻ ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും റീനൽ കോർപ്പസിൽ എന്ന് പറയും. ഗ്ലോമറുലസ് along with Bowman's capsule is called the Malpighian body ഓർ റീനൽ കോർപ്പസിൽ. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ് നെഫ്രോൺസിൻ്റെ സ്ട്രക്ചറാണ്. നെഫ്രോൺസിൻ്റെ സ്ട്രക്ചർ ഈ അറ്റത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങറ്റം വരെ എത്താനുണ്ട്. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് തുടങ്ങുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ പറഞ്ഞത് ബോമാൻസ് ക്യാപ്സ്യൂൾ. ആ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ എന്താണ് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഈ ചിത്രത്തിനകത്ത് നോക്കിയേ ഇവിടെ എന്താണ് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. അതിനകത്ത് നിറച്ച് എന്തുണ്ട് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറഞ്ഞു ഗ്ലോമറുലസ് എന്ന് പറഞ്ഞു. ഇനി ഈ ഗ്ലോമറുലസിനെയും ബോമാൻസ് ക്യാപ്സ്യൂളിനെയും ഒരുമിച്ച് നമ്മൾ എന്ത് പറയും മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ എന്ന് പറയും. ക്ലിയർലി ഇത്രയും. അടുത്തതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT എന്ന് പറയും. ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? അഫറൻ്റ് ആർട്ടീരിയോളിൻ്റെ ഒക്കെ താഴെ എന്തുണ്ട് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ട്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് കോയിൽഡ് പോർഷൻ ഓഫ് ദ നെഫ്രോണിനകത്തുള്ള കോയിൽഡ് പോർഷനാണ്. എവിടെ കാണപ്പെടുന്നു ആഫ്റ്റർ ദി റീനൽ കോർപ്പസിൽ അല്ലെങ്കിൽ ആഫ്റ്റർ ദി മാൽഫീജിയൻ ബോഡി. മാൽഫീജിയൻ ബോഡി എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഗ്ലോമറുലസും അതുപോലെ തന്നെ നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ ഒരുമിച്ച് കൂടി തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ മാൽഫീജിയൻ ബോഡി എന്ന് പറഞ്ഞത്. അതിന് തൊട്ട് ശേഷം കാണപ്പെടുന്ന ആ കോയിൽഡ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയാം. ഇനി നമ്മുടെ ഈ ബോഡിക്കകത്തുനിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ബോഡി ഫ്ലൂയിഡ് ഏതാണ് ബ്ലഡ് ആണ് അല്ലേ? അപ്പോൾ ആ ബ്ലഡിന് നമ്മുടെ നെഫ്രോണിനകത്തേക്ക് കയറണ്ടേ. സോ ദ ആർട്ടറി ത്രൂ വിച്ച് ബ്ലഡ് എൻറ്റേഴ്സ് ദ ഗ്ലോമറുലസ് ഈസ് അഫറൻ്റ് ആർട്ടീരിയോൾ. എന്താണ് നമ്മുടെ ഗ്ലോമറുലസിനേക്ക് അകത്തേക്ക് കയറുന്ന ആർട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക അഫറൻ്റ് ആർട്ടീരിയോൾ. ആർട്ടറി ത്രൂ വിച്ച് ദ ബ്ലഡ് എൻറ്റേഴ്സ് ഗ്ലോമറുലസിനകത്തേക്ക് ബ്ലഡ് കയറുന്ന ആ ആർട്ടറിനെയാണ് നമ്മൾ അഫറൻ്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞത്. ഇനി എന്താണ് നെക്സ്റ്റ് എന്തായിരിക്കും അപ്പോൾ എഫറൻ്റ് ആർട്ടീരിയോൾ. എഫറൻ്റ് എന്ന് പറയുമ്പോൾ ദ ആർട്ടറി ഫ്രം വിച്ച് ദ ബ്ലഡ് ലീവ്സ് ദ ഗ്ലോമറുലസ്. ഒന്ന് ബ്ലഡ് കയറുന്നത് അത് അഫറൻ്റ്. എഫറൻ്റ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ലീവ്സ് ബ്ലഡ് പുറത്തോട്ട് പോകുന്നത്. ഗ്ലോമറുലസിലേക്ക് കയറുന്നത് അഫറൻ്റും ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് പോകുന്ന ആ ആർട്ടറിനെ നമ്മൾ എഫറൻ്റ് ആർട്ടീരിയോൾ എന്നും പറയും. അപ്പോൾ PCT പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ അഫറൻ്റ് ആർട്ടീരിയോളും എഫറൻ്റ് ആർട്ടീരിയോളും പഠിച്ചു. ഇനി അടുത്തതാണ് ലൂപ്പ് ഓഫ് ഹെനിൽസ് ലൂപ്പ് എന്ന് പറയും അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് പറയും. നിങ്ങൾക്ക് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ കണ്ടില്ലേ? അതുപോലെ തന്നെ DCT എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ. നേരെ ഓപ്പോസിറ്റാണ്. PCTൻ്റെ നേരെ ഓപ്പോസിറ്റ് DCT ഉണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ആ രണ്ട് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലായിട്ട് ഒരു ഹെയർ പിൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഹെയർ പിൻ അറിയില്ലേ? ആ ഒരു ഹെയർ പിൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഹെയർ പിൻ ഷേപ്ഡ് ട്യൂബുലാർ പോർഷൻ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് പറയാം. എ ഹെയർ പിൻ ഷേപ്ഡ് ട്യൂബുലാർ പോർഷൻ ഇൻ ബിറ്റ്വീൻ
proximal convoluted tubule and distal convoluted tubule is loop of Henle. ഏതിൻ്റെയൊക്കെ ഇടയിലാണ് PCTയുടെയും DCTയുടെയും എന്താണ് ഷേപ്പ്? ഹെയർ പിൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹെനിൽ ലൂപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് പറയാം. ഇനി നിങ്ങൾ ആ ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് മാർക്ക് ചെയ്യുന്നിടത്തേക്കൊന്ന് നോക്കിയേ. അവിടെ നിങ്ങൾക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്? അസെൻഡിങ് ലിംബ് എന്നും ഡിസെൻഡിങ് ലിംബ് എന്നും പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് അല്ലേ? ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെനിൽ, അതുപോലെ തന്നെ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെനിൽ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ലൂപ്പ് ഓഫ് ഹെനിലിന് എന്തുണ്ട്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ലിംബ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാണേ. അതാണ് നെക്സ്റ്റ്. അടുത്താരാണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. നമ്മൾ എവിടുന്നാണ് തുടങ്ങിയേ? ഗ്ലോമറുലസ് പറഞ്ഞു, ബോമാൻസ് ക്യാപ്സ്യൂൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് കോയിൽഡ് പോർഷൻ ആയിട്ടുള്ള PCT, നമ്മുടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ തന്നെ എഫറൻറ്റും ആർട്ടീരിയോൾ പറഞ്ഞു. ഇനി പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ വന്ന് ഹെനിൽസ് ലൂപ്പിലോട്ടെത്തി, ഹെയർ പിന്നിലേക്ക് എത്തി. അത് പിന്നെ എങ്ങോട്ടേക്കാണ് മാറുന്നുള്ളത്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആവുകയാണ്. നെക്സ്റ്റ് പാർട്ട് ഏതാണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ DCT എന്ന് വെച്ചാൽ എന്താണ്? ദ ഹൈലി കോയിൽഡ് ട്യൂബുലാർ പോർഷൻ ആഫ്റ്റർ ദ അസെൻഡിങ് ലിംബ് ഓഫ് ഹെനിൽ ലൂപ്പ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? DCT അല്ലെങ്കിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റാണ് എന്ത്? കലക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയും. കലക്റ്റിംഗ് ഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ് ഓഫ് മെനി നെഫ്രോൺസ് ഓപ്പൺ ഇൻ ടു എ സ്ട്രെയിറ്റ് ട്യൂബ് കോൾഡ് കലക്റ്റിംഗ് ഡക്റ്റ്. കലക്റ്റിംഗ് ഡക്റ്റ് കാണുന്നുണ്ടല്ലോ, ഒരു സ്ട്രെയിറ്റ് ട്യൂബാണ്. അപ്പോൾ എന്താണ്? ഒരുപാട് നെഫ്രോൺസിൻ്റെ DCT ഒക്കെ പോയി ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? ഈ കലക്റ്റിംഗ് ഡക്റ്റിനകത്തേക്കാണ്. സോ DCT ഓഫ് മെനി നെഫ്രോൺസ്, ഒരുപാട് നെഫ്രോൺസിൻ്റെ DCT ഒക്കെ വന്നിട്ട് എവിടെ ജോയിൻ ചെയ്യും? ദേ വിൽ ഓപ്പൺ ഇൻ ടു എ സ്ട്രെയിറ്റ് ട്യൂബ് കോൾഡ് കലക്റ്റിംഗ് ഡക്റ്റ്. അപ്പോൾ ഇതാണ് ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ച് നോക്കി. ആദ്യം പറഞ്ഞത് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ. അതെന്താണ്? ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്, ഡബിൾ വാൾഡ് ആണ്. അതിനകത്തൊരു ക്യാപ്പിലറീസ് ഉണ്ട്, നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ്. അതിനെ നമ്മൾ എന്ത് പറഞ്ഞു? ഗ്ലോമറുലസ് എന്ന് പറഞ്ഞു. ഇനി ബോമാൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും ഒന്നിച്ച് കൂടിയാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? മാൽഫീജിയൻ ബോഡി എന്ന് വിളിക്കും, അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ എന്ന് പറയും. ഇനി നമ്മുടെ ഈ മാൽഫീജിയൻ ബോഡി കഴിഞ്ഞ പാടെ തന്നെ ഒരു കോയിൽഡ് പോർഷൻ ഉണ്ട്, ഹൈലി കോയിൽഡ് പോർഷൻ. അതിനെ നമ്മൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് വിളിക്കും. ആ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞപാട് തന്നെ ഒരു ഹെയർ പിൻ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ട്യൂബ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് പറയുക. ആ ലൂപ്പ് ഓഫ് ഹെനിലിന് ഒരു ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അസെൻഡിങ് ലിംബും ഉണ്ട്. അസെൻഡിങ് ലിംബ് കഴിഞ്ഞപാട് വരുന്ന ആ ഹൈലി കോയിൽഡ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് വിളിച്ചത് അല്ലേ? അങ്ങനെ ഓരോ നെഫ്രോണിൻ്റെയും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എവിടെ ജോയിൻ ചെയ്യും? എവിടെ പോയി ഓപ്പൺ ചെയ്യും? നമ്മുടെ കലക്റ്റിംഗ് ഡക്റ്റിൽ പോയി ഓപ്പൺ ചെയ്യും. ഇതാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് നെഫ്രോൺസ് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് എക്സ്ക്രീഷൻ പഠിക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ എന്തുകൂടിയുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ ട്യൂബ്യൂളിൻ്റെയും ഫങ്ഷൻസും കൂടിയുണ്ട്. അതും കൂടി ആകുമ്പോൾ നെഫ്രോൺസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് നെഫ്രോൺ ആണ്. എന്താണ് ടൈപ്സ് ഓഫ് നെഫ്രോൺ? നമ്മുടെ ലൂപ്പ് ഓഫ് ഹെനിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹെയർ പിൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആ ഒരു ട്യൂബ്യൂളാണ് അല്ലേ? ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നെഫ്രോൺസിനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. എന്തിൻ്റെ ബേസിലാണ്? ലൂപ്പ് ഓഫ് ഹെനിലിൻ്റെ ലെങ്ത്തിൻ്റെ ബേസിൽ. ആദ്യം നോക്കുന്നുള്ളത് കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. ഏതാണ്? കോർട്ടിക്കൽ നെഫ്രോൺസ്. കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ കേസിൽ ദ ലൂപ്പ് ഓഫ് ഹെനിൽ ഈസ് ടു ഷോർട്ട്, ചെറുതായിരിക്കും, ആൻഡ് എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല്ല. മെഡുല്ലയും കോർട്ടെക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിഡ്നീൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കോർട്ടെക്സ് എന്ന് വെച്ചാൽ ഔട്ടർ ലെയർ, മെഡുല്ല ഇന്നർ ലെയർ. അപ്പോൾ നമ്മൾ ഈ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുതാണ്, ടു ഷോർട്ടാണ്, ആൻഡ് എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല്ല. മെഡുല്ലയിലേക്ക് കുറച്ച് മാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആ ടൈപ്പ് ഓഫ് നെഫ്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോർട്ടിക്കൽ നെഫ്രോൺസ്. അതായത് ചെറുതാണ്, മെഡുല്ലയിലേക്ക് കുറച്ച് മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. അടുത്ത ടൈപ്പ് ഏതാണ്? ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഹെനിൽ, ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് പറയുന്നത് ചെറുതാണ്. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് വെരി ലോങ് ആൻഡ് റൺസ് ഡീപ്പ് ഇൻ ടു ദ മെഡുല്ല. മെഡുല്ലക്കകത്ത് നല്ലോണം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൂപ്പ് ഓഫ് ഹെനിൽ എന്ന് പറയുന്നത് വലുതാണ്. അത്തരത്തിലുള്ള നെഫ്രോൺസിനെയാണ് നമ്മൾ
ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺ എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയത് നെഫ്രോണിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. 2 ടൈപ്പാണ്, കോർട്ടിക്കലും ജക്സ്റ്റാ മെഡുലറിയും, ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഹെനിൽസ് ലൂപ്പ്. എത്രയും ക്ലിയർ അല്ലേ? ഇനിയാണ് എന്താണ് പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇത് പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്താണ് അതിനെക്കുറിച്ചാണ് നോക്കുന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നില്ലേ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറഞ്ഞിട്ട്. സോ എഫറൻറ്റ് ആർട്ടീരിയോൾ എമേർജിങ് ഫ്രം ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് ഒക്കെ ഓർമ്മയില്ലേ? നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിനകത്ത് വരുന്ന ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞത്. സോ ദ എഫറൻറ്റ് ആർട്ടീരിയോൾ എമേർജിങ് ഫ്രം ദ ഗ്ലോമറുലസ് ഫോം എ ഫൈൻ കാപ്പിലറി നെറ്റ്വർക്ക് അറൗണ്ട് ദ റീനൽ ട്യൂബ്യൂൾ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ റീനൽ ട്യൂബ്യൂളില്ലേ, നമ്മുടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളായാലും ലൂപ്പ് ഓഫ് ഹെനിലായാലും അസെൻഡിങ് ലിംബ്, ഡിസെൻഡിങ് ലിംബ്, നമ്മുടെ ഡിസ്റ്റൻറ്റ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, ഇതുപോലുള്ള ഈ ട്യൂബ്യൂളിനൊക്കെ ചുറ്റി വന്നിട്ട് ആരുണ്ട്? ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയാം. എന്താണ്? ഈ എഫറൻറ്റ് ആർട്ടീരിയോള്, നമ്മുടെ ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എഫറൻറ്റ് ആർട്ടീരിയോള് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഓരോ ട്യൂബ്യൂൾസിന് ചുറ്റി വരുന്നുണ്ട്. ദ എഫറൻറ്റ് ആർട്ടീരിയോൾ എമേർജിങ് ഫ്രം ദ ഗ്ലോമറുലസിൽ നിന്ന് വന്ന എഫറൻറ്റ് ആർട്ടീരിയോൾ ഫോം എ ഫൈൻ കാപ്പിലറി നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. എവിടെ? അറൗണ്ട് ദ റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ ട്യൂബ്യൂൾസ് നമ്മൾ പഠിച്ചില്ലേ? PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, ലൂപ്പ് ഓഫ് ഹെനിൽ, അതിൻ്റെയൊക്കെ ചുറ്റി വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയാം. ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി അടുത്തൊരാളാണ് വാസ റെക്റ്റ എന്ന് പറയും. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വാസ റെക്റ്റ എന്ന് പറയുമ്പോൾ. എന്താണത്? വാസ റെക്റ്റ എന്ന് പറയുമ്പോൾ മൈന്യൂട്ട് വെസൽസ് ഓഫ് ദി പെരി ട്യൂബുലാർ കാപ്പിലറീസ് ഓഫ് നെഫ്രോൺസ് റൺ പാരലൽ ടു ലൂപ്പ് ഓഫ് ഹെനിൽ. എന്താണ്? നമ്മുടെ ലൂപ്പ് ഓഫ് ഹെനിലിന് പാരലായിട്ട് വരുന്ന പെരി ട്യൂബുലാർ കാപ്പിലറീസ് ആണ് എന്ത്? വാസ റെക്റ്റ. ഏത് ഷേപ്പിലായിരിക്കും? ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കും അത് ഫോം ചെയ്യാം. എന്താണ്? പെരി ട്യൂബുലാർ കാപ്പിലറീസിൻ്റെ വെസൽസ് തന്നെയാണ്. അവരെന്തിന് പാരലായിട്ട് ഉണ്ടാവുക? ലൂപ്പ് ഓഫ് ഹെനിലിന് പാരലായിട്ട് ഉണ്ടാവും. ആൻഡ് ഫോംസ് എ യു ഷേപ്ഡ് നെറ്റ്വർക്ക്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വാസ റെക്റ്റ എന്ന് പറയാം. അപ്പോൾ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്താണെന്നും വാസ റെക്റ്റ എന്താണെന്നും മനസ്സിലായില്ലേ? ഇനി നമ്മൾ നേരെ എന്താണ്? യൂറിൻ ഫോർമേഷൻ്റെ മെക്കാനിസത്തിലോട്ട് പോവാണ്. പ്രധാനമായിട്ട് നമ്മുടെ യൂറിൻ ഫോർമേഷനിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എത്ര സ്റ്റെപ്സാണ് യൂറിൻ ഫോർമേഷനകത്തുള്ളത്? 3 സ്റ്റെപ്സാണ്. പിന്നെ നമ്മുടെ യൂറിൻ ഫോം ചെയ്യുന്നത് എവിടെയാണ്? നെഫ്രോൺസിനകത്ത് വെച്ചാണ് കേട്ടോ. യൂറിൻ ഈസ് ഫോംഡ് ഇൻ ദ നെഫ്രോൺസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് മെയിൻലി 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാം. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ റീഅബ്സോർപ്ഷൻ, പിന്നെ വരുന്നുള്ളത് ട്യൂബുലാർ സെക്രീഷൻ. ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോമറുലാർ ഫിൽട്രേഷനും പിന്നെ റീഅബ്സോർപ്ഷൻ, പിന്നെ വരുന്നുള്ളത് ട്യൂബുലാർ സെക്രീഷൻ. ഈ ഓരോ പേര് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും. ആ പേരിലൂടെ തന്നെ എല്ലാം എന്താണെന്ന് ക്ലിയർ ആക്കി തരാം കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഇത് ശരിക്കും നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാൽഫീജിയൻ കോർപ്പസിൽ അല്ലെങ്കിൽ മാൽഫീജിയൻ ബോഡി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഗ്ലോമറുലസും ബോമാൻസ് ക്യാപ്സ്യൂളുള്ള ആ സ്ഥലത്താണ് എന്ത് നടക്കുന്നുള്ളത്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ്? ഫിൽട്രേഷനാണ്. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഗ്ലോമറുലസ് അതൊരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആണല്ലേ. അപ്പോൾ നല്ല പ്രഷറിൽ കൂടി നമ്മുടെ ഈ കാപ്പിലറീസിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബ്ലഡിനകത്തുള്ള വാട്ടറും അതുപോലെ തന്നെ അതർ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും എന്ത് ചെയ്യും? ഫിൽട്ടർ ഔട്ട് ചെയ്യും. നല്ല ഹൈ പ്രഷറിൽ ബ്ലഡ് കാപ്പിലറീസിൽ കൂടി നമ്മുടെ മാൽഫീജിയൻ കോർപ്പസൽസിൻ്റെ അകത്ത് ബ്ലഡ് വെസൽസിൽ കൂടി ആര് ഫ്ലോ ചെയ്യുന്നുണ്ട്? ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ബ്ലഡിനകത്തുള്ള വാട്ടറും അതുപോലെ തന്നെ മറ്റ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരും. അതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയാം. ഈ ഫിൽട്രേഷൻ നടക്കുന്നത് 3 ലെയേഴ്സിൽ കൂടിയാണ്. എന്താണ്? ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ കോസസ് ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ത്രൂ 3 ലെയേഴ്സ്. അതായത് നല്ല പ്രഷറിൽ നമ്മളെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കും? ഈ നമ്മൾ പറഞ്ഞ 3 ലെയേഴ്സിൽ കൂടി നമ്മളെ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് വരും. ബ്ലഡല്ല, നമ്മുടെ വാട്ടറും അതുപോലെ തന്നെ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും. ആ 3 ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെയാണ് എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ. ഗ്ലോമറുലാർ ബ്ലഡ് വെസലിൻ്റെ എൻഡോത്തീലിയം, അതുപോലെ തന്നെ നമ്മുടെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം,
പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ. എന്തൊക്കെയാണ്? നമ്മുടെ ഗ്ലോമറുലാർ ബ്ലഡ് വെസലിൻ്റെ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ, പിന്നെ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം, പിന്നെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അങ്ങനെ 3 ലെയേഴ്സിൽ കൂടിയാണ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു എപ്പിത്തീലിയം ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂളിന്, അങ്ങനെ നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയൽ സെൽസിനെയാണ് നമ്മൾ പോഡോസൈറ്റ്സ് എന്ന് പറയാം. എന്താണ്? പോഡോസൈറ്റ്സ്. ആ പോഡോസൈറ്റ്സ് എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്തിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സെൽസിൻ്റെ ഇടയിലും ചെറിയ മൈന്യൂട്ട് സ്പേസസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ വാട്ടറിനും അതുപോലെ തന്നെ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസിനും ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്ലിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിൽട്രേഷൻ സ്ലിറ്റ്, അല്ലെങ്കിൽ സ്ലിറ്റ് പോർസ് എന്ന് പറയും. മൈന്യൂട്ടായിട്ടുള്ള സ്പേസസ് ഉണ്ട് എന്തിൻ്റെ ഇടയിൽ? ഈ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഇടയിൽ. ആ എപ്പിത്തീലിയൽ സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? പോഡോസൈറ്റ്സ് എന്ന് വിളിച്ചത്. അപ്പോൾ പോഡോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ചെറിയ മൈന്യൂട്ട് സ്പേസ് ഉണ്ട്. അതിലേ കൂടിയാണ് ഈ വാട്ടറും ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഒക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്നുള്ളത് എന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരുന്ന ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുന്ന ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഈ പറഞ്ഞ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ബ്ലഡ് എക്സെപ്റ്റ് ബ്ലഡ് പ്ലാസ്മയും അതുപോലെ തന്നെ ബ്ലഡ് കോർപ്പസിൽ. ബ്ലഡ് കോർപ്പസിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ബ്ലഡ് സെൽസ്, അതായത് നമ്മുടെ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ആ WBCക്കകത്ത് തന്നെ 5 ടൈപ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ സെൽസും അതുപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻസും ഏതിനകത്ത് വരില്ല? ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് വരില്ല. ബാക്കിയുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും എന്തതിനകത്ത് ഉണ്ടാവും? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് ഉണ്ടാവും. ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ്, യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ തന്നെ മിനറൽ സാൾട്ട്സ്, ഇതൊക്കെ ഇതിനകത്ത് പെടും, ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനകത്ത് പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്ത് പറയും? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ത് പറയും? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. കാരണം അത്രക്കും അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത്രയും ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഗ്ലൂക്കോസും യൂറിയ ഒക്കെ ഫിൽട്ടർ ചെയ്ത് വരുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത പഠിക്കാൻ പോകുന്ന ടേം? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്താണെന്ന് പഠിച്ചു, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്താണ്? റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും അല്ലേ? അതായത് ദ വോളിയം ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോംഡ് ഇൻ ബോമാൻസ് ക്യാപ്സ്യൂൾ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിനകത്ത് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഫോം ചെയ്യുന്ന ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? GFR അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയാം. അതായത് ഒരു മിനിറ്റിൽ എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിനകത്ത് ഫോം ചെയ്യുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? GFR അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയാം. ഇനി ഈ GFR സാധാരണ രീതിയിൽ ഒരു മാനിൻ്റെ കേസിൽ GFR എന്ന് പറയുന്നത് എത്രയായിരിക്കും? 125 ml/minute. ഒരു മിനിറ്റിനകത്ത് എത്രയാണ്? 125 ml GFR ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എത്രയാണ്? 60 മിനിറ്റ് കൂടിയാണ് ഒരു മണിക്കൂർ. അങ്ങനെ 24 മണിക്കൂർ കൂടിയതാണ് ഒരു ദിവസം. അപ്പോൾ ഈ ഓരോ മിനിറ്റിനകത്തും 125 ml GFR ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 180 ലിറ്റർ പെർ ഡേ. 180 ലിറ്ററാണ് ഒരു ദിവസത്തിലുണ്ടാവുന്ന GFR എന്ന് പറയുന്നുള്ളത്. നമ്മുടെ ബോഡിയിൽ ഒരു ദിവസം അല്ലേ, ഒരു ദിവസത്തെ യൂറിൻ ഫോർമേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ലിറ്റർ, അല്ലെങ്കിൽ 1 ലിറ്റർ തൊട്ട് 1.5 ലിറ്റർ വരെയാണ് ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 180 ലിറ്ററാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പോൾ ബാക്കി എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഒരു ദിവസം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ യൂറിൻ എന്ന് പറയുന്നത് 1 ലിറ്ററോ അല്ലെങ്കിൽ 1.5 ലിറ്ററോ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ബാക്കിയുള്ളതൊക്കെ റീഅബ്സോർപ്ഷൻ നടക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? റീഅബ്സോർപ്ഷൻ അല്ലേ? ബാക്കിയുള്ളതൊക്കെ റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. സോ ഈ 180 ലിറ്റർ എന്ന് പറയുന്നതിൽ നിന്ന് 1.5 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ മാത്രമാണ് യൂറിനായിട്ട് പിന്നെ വരുന്നുള്ളത്. അതിനർത്ഥം ബാക്കിയുള്ള 99% എന്താണ്? റീഅബ്സോർപ്ഷൻ നടക്കുന്നു. ഇനി നമ്മുടെ നെഫ്രോണിൻ്റെ ഏതൊക്കെ പാർട്സാണ് ഈ റീഅബ്സോർപ്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, അതുപോലെ തന്നെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള്, ഹെനിൽ ഓഫ് ലൂപ്പ്. ഇത്രയും ഭാഗങ്ങളാണ് മെയിനായിട്ട് റീഅബ്സോർപ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ റീഅബ്സോർപ്ഷൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് റീഅബ്സോർബ് ചെയ്യുന്നുള്ളത്? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ബ്ലഡ് പ്ലാസ്മയും ബ്ലഡ് സെൽസ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടാവും. നമ്മുടെ വാട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അതിനകത്ത് നിന്ന് നമ്മുടെ ഷുഗറും വിറ്റാമിൻസും ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ റീഅബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും. റീഅബ്സോർപ്ഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു? ട്യൂബുലാർ സെക്രീഷൻ. ഫസ്റ്റ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, പിന്നെ റീഅബ്സോർപ്ഷൻ, പിന്നെ വരുന്നുള്ളത് ട്യൂബുലാർ സെക്രീഷൻ. ഇതാണ് എന്ത്? ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എന്താണ്? ദ ആക്റ്റീവ് സെക്രീഷൻ ഓഫ് സം സബ്സ്റ്റൻസസ് ഫ്രം ദ ബ്ലഡ് ഇൻ ടു ദ ഫിൽട്രേറ്റ്. എന്താണ്? നമ്മൾ ബ്ലഡിൽ നിന്നും ചില സബ്സ്റ്റൻസിനെ നമ്മൾ ഈ ഫിൽട്രേറ്റിലോട്ട് സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന പേര് വരുന്നുള്ളത്. സോ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം എന്താണ്? നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. അതിനകത്ത് എന്താ നടക്കുന്നുള്ളത്? സെക്രീഷൻ ഓഫ് സം സബ്സ്റ്റൻസസ് ഫ്രം എവിടെ നിന്നാണ്? ബ്ലഡിൽ നിന്ന് ഫിൽട്രേറ്റിനകത്തേക്ക്. പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ആർ ദ മെയിൻ പാർട്ട് ഓഫ് ട്യൂബുലാർ സെക്രീഷൻ. നമ്മൾ റീഅബ്സോർപ്ഷൻ്റെ കേസിലും ഇവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്യൂബുലാർ സെക്രീഷൻ്റെ കേസിലും ആരാണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും. പിന്നെ ഈ ട്യൂബുലാർ സെക്രീഷൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബുലാർ സെക്രീഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ആസിഡ് ബേസ് ബാലൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്താ pH ഉണ്ടാവുമല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് സ്റ്റെപ്പ് വഴിയാണ്? ഈ ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വഴിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ മെയിനായിട്ട് 3 സ്റ്റെപ്സാണുള്ളത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ട്യൂബുലാർ സെക്രീഷൻ. അങ്ങനെ 3 സ്റ്റെപ്സാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ NCERT-ക്കകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് മാത്രം നിങ്ങൾ അതിനകത്തുനിന്ന് വായിച്ചാൽ മതി കേട്ടോ. ചാപ്റ്റർ മൊത്തം വായിക്കണ്ട, ഞാൻ പറയുന്ന ടോപ്പിക്സ് മാത്രം വായിച്ചാൽ മതി. അതായത് നമ്മുടെ സിലബസിനകത്ത് ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും തരില്ല, ഓരോ ടോപ്പിക്സ് മാത്രമേ തരുള്ളൂ. ഇപ്പോൾ സിലബസ് എന്തായാലും നമ്മുടെ മുമ്പിലില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ വായിക്കാൻ നിൽക്കണ്ട, ഇപ്പോൾ ഇതിലുള്ളത് മാത്രം വായിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മെക്കാനിസം ഓഫ് യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇവിടെ ഹെഡിങ് എഴുതാൻ വിട്ടുപോയതാണ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷനാണ് നോക്കുന്നുള്ളത് കേട്ടോ. എന്താണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസിൻ്റെ ഫംഗ്ഷനാണ് നോക്കുന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റീഅബ്സോർപ്ഷൻ്റെ കേസിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ 75% അല്ലെങ്കിൽ 76 അല്ല 75% ഓഫ് സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ ആർ റീഅബ്സോർബ്ഡ് ഹിയർ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ചിട്ടാണ് 75% വാട്ടർ അല്ലെങ്കിൽ 75% സോഡിയം ക്ലോറൈഡ് റീഅബ്സോർപ്ഷൻ നടക്കുന്നുള്ളത്. റീഅബ്സോർപ്ഷനിൽ മാത്രമാണോ? അല്ല, സെക്രീഷൻ്റെ കേസിലും ട്യൂബുലാർ സെക്രീഷനിലും ആര് ഇൻവോൾവ് ആണ്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? അബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്. റീഅബ്സോർപ്ഷൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അവിടെ തന്നെ അബ്സോർപ്ഷൻ ഏതുകൂടി വരുന്നുണ്ട്? ബൈകാർബണേറ്റ്സിൻ്റെ അബ്സോർപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്രീഷൻ ഓഫ് H+ അയോൺസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് pH. നമ്മുടെ ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ട് കൂടിയാണ് എന്ത്? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. എങ്ങനെയാണത് pH മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്? ബൈകാർബണേറ്റ് അയോൺസിനെ അബ്സോർബ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ H+ അയോൺസിനെ സെക്രീറ്റ് ചെയ്തിട്ടുമാണ് ഇത് pH മെയിൻ്റനൻസിന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു സോഡിയം ക്ലോറൈഡിനെയും വാട്ടറിനെയും 75% റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. പിന്നെ പറഞ്ഞ എന്താണ്? pH മെയിൻ്റനൻസ്. pH മെയിൻ്റനൻസ് എങ്ങനെയാണ്? ബൈകാർബണേറ്റ് അയണിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ H+ അയോണിൻ്റെ സെക്രീഷൻ ഇത് വെച്ചിട്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? അമോണിയ അതുപോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് അതർ ടോക്സിക് സബ്സ്റ്റൻസസ് ആർ സെക്രീറ്റഡ് ഇൻ ടു ദ ഫിൽട്രേറ്റ് ഇൻ ദിസ് റീജിയൺ. ഈ റീജിയണിൽ വെച്ചിട്ടാണ് അമോണിയ, ഡ്രഗ്സ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻസ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഉള്ളത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെനിൽ. നമുക്ക് പഠിച്ചതല്ലേ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും, അതിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ. ഈ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി പെർമിയബിൾ ടു വാട്ടർ. അതുപോലെ തന്നെ ഇവിടെയാണ് 5% ഓഫ് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 75% PCT അല്ലെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ച് നടക്കും. പിന്നെ 5% വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുള്ളത്
നമ്മുടെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെനിൽ വെച്ചിട്ടാണ്. ഇറ്റ് ഈസ് പെർമിയബിൾ ഓൺലി ടു വാട്ടർ. അതുപോലെ തന്നെ ഈ ഒരു റീജിയണിൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് കോൺസെൻട്രേറ്റഡ് ആവും. ഈ ഒരു റീജിയണിൽ എന്താവും? സോഡിയം ക്ലോറൈഡ് കോൺസെൻട്രേറ്റഡ് ആവും. ഇതിനടുത്തത് എന്താണ്? അസെൻഡിങ് ലിംബാണ്. ഈ അസെൻഡിങ് ലിംബ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വാട്ടറിന് ഇംപെർമിയബിളും സോഡിയം ക്ലോറൈഡിന് പെർമിയബിളും ആണ്. വാട്ടറിന് ഇംപെർമിയബിളും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡിന് പെർമിയബിളും ആണ്. ഇവിടെ വെച്ചിട്ട് സോഡിയം ക്ലോറൈഡിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കും. വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഇതിൻ്റെയാണ് സോഡിയം ക്ലോറൈഡിൻ്റെ റീഅബ്സോർപ്ഷനാണ് അസെൻഡിങ് ലിംബിൽ വെച്ച് നടക്കുന്നുള്ളത്. ഇനി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇറ്റ് ആക്റ്റീവ്ലി റീഅബ്സോർബ് സോഡിയം ക്ലോറൈഡ്, വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. എന്താണ്? സോഡിയം ക്ലോറൈഡിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ബൈകാർബണേറ്റ് അയോൺസിൻ്റെ റീഅബ്സോർപ്ഷനും നടക്കുന്നുണ്ട്. എവിടെ വെച്ചിട്ട്? നമ്മുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ വെച്ചിട്ട്. പിന്നെ ഇറ്റ് സെക്രീറ്റ്സ് പൊട്ടാഷ്യം ആൻഡ് ഹൈഡ്രജൻ അയോൺസ് ആൻഡ് ദെർബൈ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ pH. pH മെയിൻ്റനൻസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആര്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. എങ്ങനെ? പൊട്ടാഷ്യം അയോൺസിനെയും ഹൈഡ്രജൻ അയോൺസിനെയും സെക്രീറ്റ് ചെയ്തിട്ട്. നമ്മൾ നേരത്തെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ pH മെയിൻ്റനൻസിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ ഏതിനായിരുന്നു സെക്രീറ്റ് ചെയ്തത്? H+ അയൺസിനെ സെക്രീറ്റ് ചെയ്തു, ബൈകാർബണേറ്റ് അയൺസിനെ അബ്സോർബ് ചെയ്തു. ഇവിടെ എന്താണ്? പൊട്ടാഷ്യത്തിനെയും ഹൈഡ്രജനെയും സെക്രീറ്റ് ചെയ്തിട്ടാണ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ചാണ് എന്തിൻ്റെയൊക്കെയാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞു വന്നത്. ഇനി ലാസ്റ്റാണ് എന്ത്? നമ്മുടെ കളക്റ്റിംഗ് ഡക്റ്റ്. കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുമ്പോൾ കളക്റ്റിംഗ് ഡക്റ്റ് പെർമിയബിൾ ടു വാട്ടർ ആണ്. അതായത് വാട്ടർ റീഅബ്സോർപ്ഷൻ എവിടെ വെച്ച് നടക്കും? കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ച് നടക്കും. കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ചിട്ട് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള സാൾട്ടിൻ്റെ ഒന്നും റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല. വാട്ടറിൻ്റെ മാത്രമാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇവിടെ വെച്ചെത്തുമ്പോൾ നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറുന്നുള്ളത്. വാട്ടർ റീഅബ്സോർബ് ചെയ്ത് വരുന്നു. നമ്മൾ പറഞ്ഞില്ലേ GFR എന്ന് പറയുന്നത് 180 ലിറ്റർ ആണെന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ എത്രയായി മാറുന്നു? അതായത് 1 ഡേയിൽ 180 ലിറ്റർ GFR ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ 180 ലിറ്റർ അതിൽ നിന്ന് 1.5 ലിറ്റർ യൂറിനാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത്രയും റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ലേ? അപ്പോൾ മനസ്സിലായില്ലേ എത്രത്തോളം റീഅബ്സോർപ്ഷൻ ഓരോ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെന്ന്? അപ്പോൾ ഈ കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ചിട്ടും വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ സാൾട്ടിൻ്റെ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നുള്ളത് അല്ലേ? ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ യൂറിൻ കോൺസെൻട്രേറ്റഡ് അല്ലേ? ഒരുപാട് സാൾട്ട്സൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ അതും ക്ലിയറായി. ഓരോ ട്യൂബ്യൂൾസിൻ്റെ ഫംഗ്ഷനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഹോർമോണാണ്. വാസോപ്രസിൻ അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയും. നമ്മുടെ കിഡ്നി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ത്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, അല്ലെങ്കിൽ എന്താണ് അതിന് കോമൺലി നോൺ ആസ് വാസോപ്രസിൻ. എവിടെ നിന്നാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നുള്ളത്? നമ്മുടെ ബ്രെയിനിൻ്റെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന പാർട്ടിൽ വെച്ചിട്ടാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഇതിനെ ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നുള്ളത്. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമസ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് ബൈ പിറ്റ്യൂട്ടറി. ഏതാണ്? നമ്മുടെ ADH എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ADH എന്നും കാണും. അപ്പോൾ ഇത് തന്നെയാണെന്ന് ഊഹിക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ ബോഡിയിൽ എപ്പോഴാണോ ബോഡി ഫ്ലൂയിഡ് കുറയുന്നത്, വാട്ടർ കണ്ടൻറ്റ് കുറയുന്നുള്ളത്, ഡീഹൈഡ്രേഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ADHനെ സെക്രീറ്റ് ചെയ്യും. ADHനെ സെക്രീറ്റ് ചെയ്താൽ വാട്ടർ റീഅബ്സോർപ്ഷൻ കൂടും. നമ്മുടെ ബോഡിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ ADHനെ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷൻ കൂടും, യൂറിൻ ഫോർമേഷൻ കുറയും. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആണ്. മനസ്സിലായോ? അപ്പോൾ ഏത് സമയത്ത് മാത്രമേ ADHനെ റിലീസ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ മാത്രമാണ് ADHൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നുള്ളത്. അപ്പോൾ വാട്ടർ റീഅബ്സോർപ്ഷൻ കുറയും, യൂറിൻ നമ്മൾ റിലീസ് ചെയ്യുന്നത് യൂറിൻ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവൽ കുറയും, നഷ്ടപ്പെടുന്നത് കുറയും. അതാണ് ചെയ്യുന്നുള്ളത്. ഇനി നമ്മുടെ ബോഡിയിൽ ADHൻ്റെ ഒരു ഡെഫിഷ്യൻസി വരികയാണ്. ADHൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഈ ഡയബറ്റീസ് 2 തരത്തിലുണ്ട് കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ് വേറെയാണ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് വേറെയാണ്. ഡയബറ്റിസ് മെലിറ്റസ് ആണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ്റെ ആണ്. ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഏതിൻ്റെ? വാസോപ്രസിൻ്റെ അല്ലെങ്കിൽ ADHൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. ADHൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കില്ല, അതായത് യൂറിൻ ഫോർമേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുക. ADHൻ്റെ ഡെഫിഷ്യൻസി മൂലം യൂറിൻ ഫോർമേഷൻ കൂടുന്നു.
അപ്പോൾ എന്താണത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ് കേട്ടോ. ഡയബറ്റിസ് മെലിറ്റസ് വരെയാണ്. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറൊരു ടേമാണ് മിക്റ്റുറേഷൻ. എന്താണ് മിക്റ്റുറേഷൻ എന്ന് പറയും? എന്താണ്? ദ എലിമിനേഷൻ ഓഫ് യൂറിൻ ഫ്രം ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മിക്റ്റുറേഷൻ എന്ന് പറയാം. അതെങ്ങനെയായിരിക്കും നടക്കുക? അതിന് ദിസ് ഈസ് ഡൺ ബൈ സൈമൾട്ടേനിയസ് കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ സ്കെൽറ്റൽ മസിൽസ്. അതായത് ഈ നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? സ്മൂത്ത് മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യണം. എന്തിൻ്റെ? നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ സ്മൂത്ത് മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആര് റിലാക്സ് ചെയ്യും? സ്കെൽറ്റൽ മസിൽസ് റിലാക്സ് ചെയ്യണം. ഈ യൂറിനറി ബ്ലാഡറിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അടുത്ത് സ്കെൽറ്റൽ മസിൽസ് ഉണ്ട്, അവർ റിലാക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡറിലുള്ള സ്മൂത്ത് മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യണം. അപ്പോഴാണ് യൂറിൻ നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുള്ളത്, എലിമിനേറ്റ് ആവുന്നുള്ളത്. അപ്പോൾ ഇതെപ്പോഴാണ് ഇങ്ങനെ നടക്കുക? എപ്പോഴാണ് ഈ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതും നമ്മുടെ സ്കെൽറ്റൽ മസിൽ റിലാക്സ് ചെയ്യുന്നതും എപ്പോഴാണ്? നമുക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവണം അല്ലേ? യൂറിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി ആദ്യം വരണം. ആ ടെൻഡൻസി എപ്പോഴാണ് ഉണ്ടാവുന്നത്? അവിടെയും ആരൊക്കെ കളിക്കുന്നുണ്ട്? നമ്മുടെ ന്യൂറോൺസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യും? ദ ടെൻഡൻസി ഓഫ് യൂറിനേഷൻ ഈസ് ജനറേറ്റഡ് ബൈ ദ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്ലാഡർ. ബ്ലാഡറിനകത്ത് ഒരു സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്, ഒന്നല്ല കുറച്ച് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്. അവർ ജനറേറ്റ് ചെയ്യും. സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ സിഗ്നൽ എവിടെ എത്തും? CNSലെത്തും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ടെത്തും. അപ്പോൾ അവിടുന്ന് ആര് തിരിച്ചു വരും? മോട്ടോർ മെസ്സേജ് തിരിച്ചു വരും. അപ്പോഴാണ് ഈ മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുള്ളത്. നമ്മൾ ലോക്കോമോഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓരോ മസിൽസിൻ്റെയും കോൺട്രാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവർ സ്വയം ചെയ്യുന്നതല്ല, ഓരോ സിഗ്നൽസും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരാനുണ്ട്. ഇത് വോളണ്ടറിലി ചെയ്യുന്നതല്ലേ? അപ്പോൾ എന്ത് വേണം? നമ്മുടെ സ്മൂത്ത് മസിലിന് കോൺട്രാക്റ്റ് ചെയ്യാനും സ്കെൽറ്റൽ മസിലിന് റിലാക്സ് ചെയ്യാനും ഉള്ള മെസ്സേജ് എവിടെ നിന്ന് വരണം? നമ്മുടെ CNSൽ നിന്ന്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരണം. ആ മെസ്സേജ് എങ്ങനെയാണ് വരിക? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് എപ്പോഴാണ് ആ ടെൻഡൻസി മനസ്സിലാവുക? നമ്മുടെ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് അതവിടെ മനസ്സിലാവുക. ഇനി നമുക്ക് നമ്മുടെ യൂറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു ഹ്യൂമൻ അഡൾട്ടിൽ നേരത്തെ പറഞ്ഞല്ലോ 1 to 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ആണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അതിൽ കുറഞ്ഞാലും അതിൽ കൂടിയാലും അത് പ്രശ്നമാണ്. പിന്നെന്താണ്? നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആസിഡിക് ആണ്. pH ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 ആണ് കേട്ടോ. സ്ലൈറ്റ്ലി ആസിഡിക് ആണ്. പിന്നെ എന്താണ് കളറ്? ഒരു പെയിൽ യെല്ലോ കളറാണ്. ഈ കളറിൽ ചേഞ്ച് വന്നാലും എന്താണ്? അതൊരു അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കും. നമ്മൾ യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയാൽ പറയാറില്ലേ? അപ്പോൾ അവരെന്തൊക്കെയാണ് നോക്കുക? pH നോക്കും. പിന്നെ അതുപോലെ തന്നെ കളറ്, ഫിസിക്കലി അവരതൊക്കെയാണ് നോക്കുക, കളറ്, pH. പിന്നെ ബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള അതിനകത്ത് വേറെ ഓർഗാനിസം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. ഗ്ലൂക്കോസ് ഇതൊക്കെ നോക്കാൻ നമ്മൾ യൂറിൻ ടെസ്റ്റും ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ 1 ലിറ്റർ to 1.5 ലിറ്റർ പറഞ്ഞില്ലേ? അപ്പോൾ വാട്ടർ ഇൻടേക്ക് കുറയുമ്പോൾ എന്താണ്? ഈ വോളിയത്തിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ കളറിലും വ്യത്യാസം വരും. നമ്മൾ വാട്ടർ ഇൻടേക്ക് കൂടുതലാണെങ്കിൽ എന്താണ്? വോളിയത്തിലും ഇൻക്രീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കളറിലും എന്താണ്? ഈ പെയിലെല്ലാം മാറി അത് വൈറ്റ് കളറിലോട്ട് മാറും. വൈറ്റ് അല്ല, കളർലെസ് ആയിട്ട് മാറും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. പിന്നെ എങ്കിലും പറയാം 1 to 1.5 ലിറ്ററും pH 6 എന്നുമാണ്. പിന്നെ ഈ കളറിൽ വല്ല റെഡ് കളർ, ബ്രൗൺ കളർ അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് പലതരം ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവുക. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. എങ്കിലും ഇതൊക്കെയാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമ്മുടെ യൂറിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമ്മളതിന് പറയും ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയും. നമ്മുടെ യൂറിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയും. നമ്മുടെ യൂറിനകത്ത് കീറ്റോൺ ബോഡീസ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? കീറ്റോൻ യൂറിയ എന്ന് പറയും. അതൊക്കെ ഒരു കണ്ടീഷനാണ്. എന്താണ്? ഗ്ലൈക്കോസ് യൂറിയ എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണ്. കീറ്റോൻ യൂറിയ എന്ന് വെച്ചാൽ കീറ്റോൺസ് പ്രസൻ്റ് ആണ്. ഇനി ഇതെന്താണ്? ഡയാലിസിസ് അല്ലേ? ഹീമോഡയാലിസിസ് എന്ന് പറയും. അതിനു മുമ്പേ നമ്മൾ എക്സ്ക്രീഷൻ പറഞ്ഞില്ലേ? എക്സ്ക്രീഷനകത്ത് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ കിഡ്നി ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, യൂറേത്ര ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതല്ലാണ്ട് ലങ്സും ലിവറും ഒക്കെ ഏതിനകത്തുണ്ട്? എക്സ്ക്രീഷനിൽ സഹായിക്കുന്നുണ്ട്. സ്കിന്നിലൂടെ നമ്മുടെ വിയർപ്പ് അല്ലെങ്കിൽ സ്വെറ്റ് എന്ന് പറയും അല്ലേ? അതുപോലെ തന്നെ ലിവർ എന്തിന്? എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലങ്സിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സ്ക്രീഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ഓർഗൻസ് ആണ് ഏത്? ലങ്സ്, ലിവർ, അതുപോലെ തന്നെ സ്കിന്നൊക്കെ കേട്ടോ. മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് വരാം. ഹീമോഡയാലിസിസ് എന്ന് പറയാം. ഹീമോഡയാലിസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഈ ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ
നമ്മുടെ കിഡ്നി ഫെയിലിയർ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്ലഡിനെ ഒരു ആർട്ടറിയിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നിയിലോട്ട് പമ്പ് ചെയ്ത് കൊടുക്കും. എന്താണ്, ആർട്ടിഫിഷ്യൽ കിഡ്നിയിലോട്ട് നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്ത് കൊടുക്കും. എവിടെ നിന്നാണ് ബ്ലഡ് എടുക്കുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടറിയിൽ നിന്നാണ് ബ്ലഡ് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്ത ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ആൻറ്റി കൊയാഗുലൻ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ആൻറ്റി കൊയാഗുലൻറ്റിൻ്റെ പേരാണ് ഹെപ്പാരിൻ. എന്താണ്, നമ്മൾ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് എടുത്തു, അതിലേക്ക് ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്തു, ഇല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഹെപ്പാരിൻ ആഡ് ചെയ്തു, എന്നിട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നിയിലോട്ട് പമ്പ് ചെയ്ത് കൊടുത്തു. ഇനി ആർട്ടിഫിഷ്യൽ കിഡ്നീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യൽ കിഡ്നിക്കകത്തൊരു സെല്ലോഫെയിൻ ട്യൂബ് ഉണ്ട്. എന്താണ്, ഒരു സെല്ലോഫെയിൻ ട്യൂബ് ഉണ്ട്. ആ സെല്ലോഫെയിൻ ട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്ലഡിൽ പ്ലാസ്മയില്ലേ, പ്ലാസ്മ പോലത്തെ ഒരു ലിക്വിഡ് അതിലേക്ക് ഡിപ്പ് ചെയ്തിരിക്കുകയായിരിക്കും ഉണ്ടാവുക, മുക്കി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഏത്, ഈ സെല്ലോഫെയിൻ ട്യൂബ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ സെല്ലോഫെയിൻ ട്യൂബ് ആർട്ടിഫിഷ്യൽ കിഡ്നിക്കകത്തുണ്ട്. ഈ സെല്ലോഫെയിൻ ട്യൂബിൽ വേറെ എന്തുകൂടി ഉണ്ട്, ചെറിയ പോർസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഈ സെല്ലോഫെയിൻ ട്യൂബിൽ കൂടി പാസ് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വരും, ഡിഫ്യൂസ് ചെയ്തിട്ട് പുറത്തോട്ട് വരും. ക്ലീൻ ആയിട്ടുള്ള ബ്ലഡ് മാത്രം സെല്ലോഫെയിൻ ട്യൂബിലൂടെ പുറത്തോട്ട് വരും. എന്താണ്, സെല്ലോഫെയിൻ ട്യൂബിൽ ചെറിയ പോർസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഈ ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ പുറത്തോട്ട് വരും. ബാക്കിയുള്ള ക്ലീൻ ബ്ലഡിനെ നമ്മൾ വീണ്ടും വെയിനിൽ കൂടി തിരിച്ച് കയറ്റി കൊടുക്കും. ആർട്ടറിയിൽ നിന്നാണ് നമ്മൾ ബ്ലഡ് എടുത്തത്, തിരിച്ച് കയറ്റി കൊടുക്കുന്നുള്ളത്, തിരിച്ച് നമ്മുടെ ബോഡിയിൽ കയറ്റി കൊടുക്കുന്നുള്ളത് വെയിൻസിൽ കൂടിയാണ്. പിന്നെ നമ്മൾ ഹെപ്പാരിൻ ആഡ് ചെയ്തില്ലേ, അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഈ ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടുള്ള ബ്ലഡ് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യും, ആൻറ്റി ഹെപ്പാരിൻ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അവിടെ ഹെപ്പാരിൻ്റെ എഫക്റ്റ് പോവും. അപ്പോൾ ഇതാണ് എന്തിൽ നടക്കുന്നുള്ളത്, ഡയാലിസിസിൻ്റെ കേസിൽ നടക്കുന്നുള്ളത്. സെല്ലോഫെയിൻ ട്യൂബ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തൊരു കാര്യമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഒന്നുകിൽ കിഡ്നി ഫെയിലിയറായ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഹീമോഡയാലിസിസിൻ്റെ സഹായത്തോടുകൂടി ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഡിസീസ്ഡ് ആയിട്ടുള്ള കിഡ്നി അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടുള്ള കിഡ്നീനെ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ആയിട്ട് റീപ്ലേസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുക. മാറ്റിവെക്കൽ എന്ന് കേട്ടിട്ടില്ലേ, വൃക്ക മാറ്റിവെക്കുന്നത്, അതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇത് ഏത് സമയത്താണ്, കിഡ്നി ഫെയിലിയറിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അതായത് ഏതെങ്കിലും വൃക്ക അതിൻ്റെ പ്രവർത്തനം നിർത്തി, അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നുള്ളത്. ഇതിന് എന്താണ്, ആരുടെയെങ്കിലും കിഡ്നി എടുത്ത് നമുക്കിങ്ങനെ വെക്കാൻ പറ്റില്ല, കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം. ആ ഡോണറിൻ്റെ കിഡ്നി ആ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻറ്റിൻ്റെ ബോഡിക്ക് കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം. ആ മാച്ചിങ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താറുള്ളൂ, ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് കടക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഏതിൻ്റെ കാര്യത്തിൽ നോക്കാനുള്ളത്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അല്ലാണ്ട് അപ്പം നിങ്ങൾ എന്താണ്, ഓരോ കണ്ടീഷനും എന്താണെന്നുള്ളൊരു ധാരണ നിലവൃത്തിയിൽ ഉണ്ടാക്കി വെക്കണം. അടുത്ത എന്താണ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ നമ്മൾ റീനൽ കാൽക്കുലൈ എന്ന് പറയും. കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ എന്ന് പറയും. എന്താണ്, നമ്മൾ വാട്ടർ ഇൻടേക്ക് കുറയുമ്പോൾ, വെള്ളം കുടിക്കുന്നത് കുറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഇതുപോലുള്ള ഓക്സലേറ്റ് അല്ലെങ്കിൽ സം അതർ ക്രിസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള സാൾട്ടൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ എന്താവും, ഒരു സ്റ്റോൺ പോലെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ റീനൽ കാൽക്കുലൈ എന്ന് പറയാം. ഒന്നെങ്കിൽ നമ്മൾ മരുന്ന് കൊണ്ട് ഇതിനെ നമ്മൾ ഡിസോൾവ് ചെയ്തിട്ട് കളയും, അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ സർജറിയൊക്കെ ഇപ്പോൾ ആവശ്യമാണ്. ഇനി ലാസ്റ്റാണ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോമർലോ നെഫ്രൈറ്റിസ് എന്ന് പറയും. ഇതിൽ നിങ്ങൾക്ക് നോർമൽ കിഡ്നിയും ഗ്ലോമർലോ നെഫ്രൈറ്റിസ് വന്നിട്ടുള്ള കിഡ്നിയും കാണപ്പെടുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷനാണ്, നമ്മുടെ കിഡ്നിക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗ്ലോമർലോ നെഫ്രൈറ്റിസ് എന്ന് പറയുക. ഫസ്റ്റ് കിഡ്നിയിൽ ഇൻഫ്ലമേഷൻ ഇല്ല, നെക്സ്റ്റ് കിഡ്നിയിൽ കുറച്ച് റെഡ് കളറായിട്ട് കാണുന്നില്ലേ, അതിനർത്ഥം ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിലബസ് വന്നതിന് ശേഷം ഏതെങ്കിലും പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സമയത്ത് എടുത്ത് തരൂ. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. സോ താങ്ക് യു. പഠിക്കണേ.